നമുക്ക് ഇന്നൊരു അയലക്കൂട്ടം ഉണ്ടാക്കിയാലോ. അതിനാദ്യം വേണ്ടത് നല്ല 4 അയലയാണ്. അപ്പോൾ അതങ്ങോട്ട് നല്ല വൃത്തിയിൽ വെട്ടി കഴുകി അതിലേക്ക് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് അതൊരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വേണ്ടത് തക്കാളി, ഇഞ്ചി, പച്ചമുളക്. പിന്നെ വേണ്ടത് നല്ലൊരു ചട്ടിയും. അപ്പോൾ ആ ചട്ടിയിലേക്ക് തക്കാളി അങ്ങോട്ട് കുനുകുനാ മുറിച്ചിടുക. പിന്നെ കുറച്ച് ഇഞ്ചി അങ്ങോട്ട് കൊത്തി അരിഞ്ഞിടുക. പിന്നെ ഒരു 3-4 പച്ചമുളക് അങ്ങോട്ട് കീറിയിടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കട്ടോ. എന്നിട്ട് നമുക്ക് അതിന് നല്ലൊരു മൂടിയും വെച്ച് അടുപ്പിൽ നല്ല കണലുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ആ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി സെറ്റാക്കി വെക്കാം. ആ തിളച്ച കറിയിലേക്ക് ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മീനും തലയും എല്ലാം കൂടി ഒന്ന് അവിടെ കിടന്ന് തിളക്കട്ടെ. എന്നിട്ട് അതൊന്നും കൂടി അങ്ങോട്ട് മൂടി വെക്കാം. ഓക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ച് വരാം കേട്ടോ. തേങ്ങയിലേക്ക് ഒരു 2 മണി കുരുമുളകും കൂടെ ഇടണേ, അതാണ് ഹൈലൈറ്റ്. എന്നിട്ട് അതങ്ങോട്ട് അരച്ചൊഴിച്ച് അതിലേക്ക് ഒരു 4 കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് അത് അവിടെ കിടന്നൊന്ന് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലോണം അങ്ങോട്ട് തിളയ്ക്കേണ്ട. ആ തിളച്ച് വരുമ്പോൾ തിളച്ച് വരുമ്പോൾ അതിങ്ങോട്ട് കീച്ച് വെച്ചോളി. ഒരുപാട് തിളച്ചാൽ കറി വറ്റിപ്പോകും. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും വറ്റൽമുളകും ഉലുവയും എല്ലാം കൂടെ ഇട്ട് ഒരു വറവ് ശരിയാക്കാം. കടുക് കിടുകിടാ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇത്തിരി ഉലുവ ഇടുക. എന്നിട്ട് മുറിച്ച് വെച്ച കുറച്ച് വറ്റൽമുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എടുത്തോളി, എടുത്ത് മറച്ചോളി മീൻ കറിയിലേക്ക്. സംഭവം സെറ്റാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്താൽ കിടിലം അയലക്കറി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.